മുഹമ്മദുർ റസൂലുള്ളാഹ് രണാങ്കണത്തിൽ അങ്ങോട്ട് യുദ്ധം ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. മഹാനായ ജാഫറിന്റെ വലത് കൈയിന് വെട്ടേൽക്കുകയാണ്. ആ വലത് കൈയിൽ പിടിച്ചിട്ടുള്ള പതാകയതാ ഇടത് കൈയിലേക്ക് മാറ്റിപ്പിടിക്കുകയാണ്. ശത്രുവിൽ നിന്ന് വെട്ടും വെട്ടുമേൽക്കുകയാണ്. ഇടത് കൈയിൽ നിന്ന് ആ പതാക നിലത്തിരിയാനിരിക്കുമ്പോൾ മഹാനായ ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ പതാകയുണ്ടല്ലോ അത് കക്ഷത്തോട് ചേർത്ത് പിടിക്കുകയാണ്. ആ കക്ഷത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മന്ത്രോച്ചാരണം ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ഒരു വിട്ടുകൊണ്ട് രണാങ്കണത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനായ ജാഫർ ഇബ്നു അബീ ത്വാലിബിന്റെ ശരീരഭാഗത്ത് 90-ലേറെ വെട്ടുകളും കുത്തുകളുമായിട്ട് മഹാനവറുകൾ ആ രണാങ്കണത്തിൽ പിടഞ്ഞു വലിക്കുകയാണ്. യുദ്ധം ശാന്തമാകുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണാങ്കണത്തിലൂടെ അന്വേഷിച്ച് നടക്കുകയാണ്. ആരെല്ലാം സ്വഹാബാക്കളാണ് ഷഹീദായിട്ടുള്ളത്. അതാ റസൂലുള്ള കടന്നു വരുമ്പോൾ രണാങ്കണത്തിൽ മലർന്നു കിടക്കുന്ന ശരീരമാ സകലം വികൃതമായി കിടക്കുന്ന വെട്ടുകളേറ്റ് കണ്ട് പരിക്കേറ്റ് കിടക്കുന്ന ജഅഫർ ഇബ്നു അബീ ത്വാലിബിനെ കാണുകയാണ്. ഈ സമയത്ത് റസൂലുള്ളാഹിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിച്ചിറങ്ങുകയാണ്. അവിടുത്തെ കവിൾത്തടത്തിലൂടെ കണ്ണുനീരൊലിച്ചിറങ്ങുകയാണ്. എന്നിട്ട് സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ ജഅഫർ വഫാത്തായി സ്വഹാബാ. ഈ ദുഃഖവാർത്തയുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പറക്കുമുറ്റാത്ത 3 മക്കളാണ് വീട്ടിലുള്ളത്. ആ മക്കളെ പിടിച്ചുകൊണ്ട് ആ അനാഥരായ മക്കളെ വാരിയെടുത്തുകൊണ്ട് റസൂലുള്ള അവരുടെ ചുണ്ടത്ത് അവരുടെ നെറ്റിത്തടത്ത് അവരുടെ കവിൾത്തടത്തിൽ ഒരുപാട് ചുംബനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആ മക്കളോട് പറയുന്നു, മക്കളെ നിങ്ങളുടെ പിതാവ് വഫാത്തായിരിക്കുന്നു മക്കളെ. എന്നിട്ട് റസൂലുള്ളാഹ് ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ ഭാര്യയായ അസ്മാ ബിൻത് ഉമൈസ് എന്ന് പറയുന്ന ആ ധീര വനിതയായ സ്വഹാബിയത്തായ പെണ്ണിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, അസ്മാ അങ്ങയുടെ ഭർത്താവ് സ്വർഗത്തിലേക്ക് യാത്രയായിരിക്കുകയാണ്. അങ്ങയുടെ ഭർത്താവ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, ലഖദ് റഅയ്തു ജഅഫറൻ ഫിൽ ജന്ന. ഞാൻ